ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് പീച്ച് ട്രീ. പീച്ച് ട്രീമേ ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫ്രൂട്ടായിട്ടുണ്ട്. അത്ര വലിയ ഫ്രൂട്ടൊന്നുമല്ല, ഒരു മീഡിയം സൈസ് ഫ്രൂട്ടാണുള്ളത്. ഇതാണ് പീച്ച് ഞങ്ങൾക്കുണ്ടായുള്ളത്. യെല്ലോ പീച്ചാണ്. അത്യാവശ്യം നമ്മുടെ ക്ലൈമറ്റിന് ഇത് സെറ്റായിട്ട് വരുന്നുള്ളൂ. ഈ മരം കണ്ടോ, ഇതാണ് ഒരു പീച്ച്. നമുക്കൊരു സന്തോഷം ഇതെല്ലാം കാണുമ്പോൾ. അത്യാവശ്യത്തിനൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റിലൊക്കെയും അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. ആരും നമ്മൾ കവർ ഇട്ട് കൊടുക്കണം മെയിനായിട്ട്. ഇതെല്ലാം ഈ സ്പാരോസ് വന്നിട്ട് തിന്നും ഈ ഫ്രൂട്ട്. കണ്ടോ, ഇതാണ് പീച്ച്. നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള പീച്ച് ഇത് യെല്ലോ പീച്ചാണ്. റെഡ് പീച്ച് വേറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഷോപ്പിൽ വാങ്ങിക്കുന്ന അത്ര വലിപ്പം ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഹാഫ് വരുള്ളൂ. ചിലപ്പോൾ വരുമായിരിക്കും, നമുക്കറിയാൻ പാടില്ല. പക്ഷെ നല്ല മരമാണ്. ഫ്ലവറിങ് ടൈമിൽ ഫുള്ള് ഇല കൊഴിയും, ഫുള്ള് ഫ്ലവറാവും. ഫ്രൂട്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കണ പോലെ ഫ്രൂട്ട് വലുതാവുന്നതിനനുസരിച്ച് ഫുള്ള് ഇലകൾ ഇതുമേ കവർ ചെയ്യും. അത്യാവശ്യം നല്ല ഒരു മരമാണ്. ഈ മരത്തിനും കുറച്ച് ഈ നമുക്ക് ഇതിൻ്റെ പ്രൂണിങ് ടൈം ഇതിൻ്റെ മരത്തിൻ്റെ കുറ്റികളൊക്കെ നമുക്ക് മറ്റേ ചെറിയ ചെറിയ ചെടികൾക്ക് താങ്ങ് കൊടുക്കാൻ പറ്റുന്ന പോലെ കുറച്ച് ഉറപ്പൊക്കെയാണ്. വേഗം ചെതലൊന്നും പിടിക്കുന്ന കാണാറില്ല. ഇതാണ് ഞങ്ങളുടെ മാമി സപ്പോട്ട. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മരമാണ്. അത്യാവശ്യം നിറയെ ഇലകളൊക്കെ ആയിട്ട് ഇത് പുഴുക്കേട് വരും ഇതിന് ഇലയ്ക്ക്. അത് തന്നെ റെഡിയാകും. ഒരു സീസണിൽ ഒരു തരം പ്രാണി വന്നിട്ട് നൈറ്റ് വന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ തിന്നും. നെക്സ്റ്റ് വരുമ്പോൾ ആ പ്രാണിയുടെ ആ സീസൺ, അവരുടെ എന്തോ ഒരു സീസൺ പോലെയാണ് അത് വന്ന് തിന്ന് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ ഇത് തൊടില്ല, ഇതിൻ്റെ ഇലയൊന്നും തൊടില്ല. ഇപ്പോൾ ഒന്നും തൊട്ടിട്ടൊന്നുമില്ല.